അങ്ങയുടെ മനസ്സിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മ എന്താണ് ഈ ചെറിയ പെരുന്നാളിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ? അത് എല്ലാവർക്കും കുട്ടിക്കാലം തന്നെയല്ലേ. കാരണം നമ്മളിങ്ങനെ ഓർത്തെടുക്കുമ്പോൾ പെരുന്നാൾ ദിവസം ഇന്ന് ദിവസങ്ങൾ തമ്മിലുള്ള വ്യത്യാസമൊന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ലല്ലോ. പക്ഷേ ഒരു ദിവസം വരുന്നുണ്ട്, അത് പെരുന്നാളാണ്, അന്ന് പുത്തൻ ഉടുപ്പിടാം, ഡ്രസ്സ് ചെയ്യാം എന്നൊക്കെ ചിന്തിച്ച് നേരത്തെ കാത്തിരിക്കുന്ന പ്രായം ശൈശവമാണ്. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. അത് ഞങ്ങൾ കുട്ടികൾ തമ്മിൽ ഈ നഖം നോക്കും, നഖത്തിൻ്റെ മുകളിലൊരു വൈറ്റ് പാർട്ട്, അപ്പോൾ അത്രയും ഡ്രസ്സ് കിട്ടും എന്നാണ്. അപ്പോൾ ഭാഗ്യവന്മാരാരാ നോക്കും ഈ പെരുന്നാൾക്ക് അധികം ഡ്രസ്സ് ആർക്കാണ് കിട്ടുക എന്നുള്ളത്. അന്നൊരു പുതിയ ഷർട്ടിട്ട് പിന്നെ പാൻറ്റോ ട്രൗസറോ തുണിയോ എന്താ വെച്ചാൽ അതെടുത്ത് വരുമ്പോഴുള്ള ഒരു വ്യത്യാസമുണ്ടല്ലോ, അത് ആ ദിവസത്തിൻ്റെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന അതുപോലുള്ള അനവധി സംഭവമുണ്ട്. ബഹളം വെച്ച് ഓടിപ്പോക്കും വരവും അതും ഇതും. പിന്നെ പുഴയിൽ പോയി ചാടും, ചാടി വന്ന് മണപ്പുറത്ത് പോയ മണപ്പുറത്ത് ഇരുന്നിട്ട് പിന്നെ എല്ലാവരും കൂടി കൂട്ടം കൂടി അവിടെ ഇരുന്ന് കളിക്കും. അതെ, നമ്മുടെ അന്നത്തെ സുഹൃത്തുക്കളൊക്കെ പിന്നെ ഇപ്പോൾ കാണാറുണ്ട്, കണ്ടിട്ടുണ്ടോ? പിന്നെ അവരിൽ പലരും ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ ഓർമ്മകൾ പിന്നെ അയവിറക്കാറുണ്ട്, അതേ സ്ഥലത്ത് പോയി നോക്കാറുണ്ട്, അതൊക്കെ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങ് പറഞ്ഞിട്ടുള്ളത് വലിയതങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം. പെരുന്നാൾ ദിവസം എത്ര തിരക്കുണ്ടെങ്കിലും ആദ്യം അദ്ദേഹത്തെ പോയി കണ്ടിട്ടായിരുന്നു തുടങ്ങാന്ന് പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല, അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ തന്നെയായിരുന്നു. ഇന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ തറവാട്ട് പോയി, തറവാട്ടിൽ പിന്നെ ജ്യേഷ്ഠന് അനുജന് പെങ്ങന്മാർ അവരൊക്കെ എല്ലാവരും കൂടി ഒരു വീട്ടിലൊത്തുകൂടും. അതേ പതിവ് തങ്ങളുടെ വീട്ടിലും ഉണ്ടെന്നറിയാം. അപ്പോൾ ഇന്ന് ഹൈദരലി തങ്ങളുടെ വീട്ടിലായിരുന്നു, സെയ്ദ് ഹൈദരലി തങ്ങളുടെ വീട്ടിലായിരുന്നു. അവിടെ ചെന്നു എല്ലാവരും കണ്ടു. ഈ പതിവൊന്നും ഒരുവിധം ഒന്നും ഒരു കാലത്തും തെറ്റിയിട്ടില്ല. വർഷങ്ങളായിട്ടുള്ള ശീലം തന്നെയാണ്. അപൂർവമായി വല്ലപ്പോഴും തെറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അതുപോലുള്ള വിദേശത്ത് പോയപ്പോഴോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ തെറ്റാറില്ല. ഇപ്പോൾ കാലങ്ങൾക്ക് ഇപ്പുറം വലിയ തിരക്കിലാണ് ഓരോ ദിവസവും ചിലവഴിക്കുന്നത്. എന്നാലും ഈ ദിവസം സമയം കണ്ടെത്തി പ്രിയപ്പെട്ടവരെ കാണുന്നു. പക്ഷേ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കാലഘട്ടം വല്ലാതെ അങ്ങ് പങ്കുവച്ചിരുന്ന സൗഹൃദത്തിന് അന്തരീക്ഷമൊക്കെ മാറി ലഹരിയൊക്കെ വല്ലാതെ പടരുന്ന തരത്തിലേക്ക് മാറുന്നു. എന്താണ് അതിനെതിരെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നൊരു സന്ദേശം? അല്ല, ലഹരി ഒരു വിപത്താണ്, അത് വല്ലാതെ പടരുന്നു. ഇന്നിപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ പ്രതിജ്ഞ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റു മതാചാര്യന്മാർ എല്ലാവരും ലഹരിക്കെതിരായി ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മനുഷ്യൻ്റെ മനസ്സിൽ നല്ല അവബോധം ഉണ്ടാക്കും, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം ഈ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരുപാട് ഈവിൾസ് ഒക്കെ ഇങ്ങനെ നല്ല ക്യാമ്പയിനിലൂടെ ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ ഈ സാരോപദേശം സതുപദേശം പരിക്കന്നെ ചെയ്യും. സമൂഹത്തിൽ ഈ ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഒരു സ്ഥാനം ഉണ്ടാവില്ല, അവർ വളരെ മോശക്കാരാവും. അങ്ങനെ വരുമ്പോൾ പിന്നെ ആളുകൾ ഇതിൽ നിന്ന് അകലം പാലിക്കാൻ തുടങ്ങും. പിന്നെ ആരടുത്തെങ്കിലും ഈ ലഹരി കണ്ടാൽ അത് കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ ഒക്കെ അവന് ഒരു സാമൂഹ്യമായ ഒറ്റപ്പെടൽ വരും. അങ്ങനെ ലഹരിയെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു ലഹരിയാണ്, അവിടെയാണ് ഉത്ഭവം. അതും ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് മദ്യമായാലും മയക്കുമരുന്നായാലും ഒക്കെ. മദ്യത്തിനും പിന്നെ അളവ് കൂടിയാൽ മനുഷ്യനെ ഏത് ലെവലിലും എത്തിക്കാനുള്ള ഇതുണ്ടല്ലോ. സ്വബോധം പോകുമല്ലോ. സ്വബോധം പോകുന്നതാണ് പ്രശ്നം. സ്വബോധം പോയാൽ പിന്നെ അവനെന്താ എന്തും ചെയ്യാമല്ലോ. ലഹരി ഡയറക്റ്റായിട്ട് ചെന്ന് ഹിറ്റ് ചെയ്യുകയാണ്, മറ്റേത് കുറച്ചും കൂടി സ്ലോ ആണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ ഒന്നൊന്നിൻ്റെ ഉത്ഭവസ്ഥാനാണ്.